എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പുട്ടുകുറ്റിയില്ലാത്തത് കൊണ്ട് പുട്ടുണ്ടാക്കാതിരിക്കുകയാണോ നിങ്ങൾ? എങ്കിൽ ഈ വീഡിയോ കണ്ടു നോക്കൂ. ഏതൊരു പുട്ടുകുറ്റിയുടെ ആവശ്യമൊന്നുമില്ലാതെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. കുറ്റിയൊന്നും യൂസ് ആക്കാതെ എങ്ങനെയാണ് ഞാൻ ഈ ചെമ്മീൻ പുട്ടുണ്ടാക്കിയതെന്ന് കണ്ടാലോ? ഇതിനു വേണ്ടിയിട്ട് ചെമ്മീൻ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇത് വലിയ ചെമ്മീൻ ആയതുകൊണ്ട് നമുക്കിത് ചെറിയ ചെറിയ പീസാക്കി കട്ടാക്കിയിട്ട് എടുക്കാം. ചെറിയ ചെമ്മീനാണെങ്കിൽ നമുക്ക് അതേപോലെ തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ ചെറിയ ചെറിയ പീസാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി വെക്കാം. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ചട്ടിയിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകവും 2 വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വരണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒന്നിച്ചിട്ട് പൊടിയാക്കിയത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ കുറച്ച് കറിവേപ്പില ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഒരു ചെറിയ തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി മിക്സാക്കിയിട്ട് തക്കാളി സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് മൂടി വെക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ തക്കാളി പെട്ടെന്ന് തന്നെ സോഫ്റ്റായിട്ട് കിട്ടും. എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. എല്ലാം കൂടി നന്നായി വരണ്ടു വന്നതിന് ശേഷം ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ചെമ്മീൻ കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കാം. എല്ലാം നല്ലതുപോലെ മിക്സ് ആയതിനു ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് വേവാൻ വേണ്ടി മൂടി വെക്കാം. ഈ സമയം കൊണ്ട് ഇതിനാവശ്യമായിട്ടുള്ള പുട്ടുപൊടി ഒന്ന് നനച്ചെടുക്കുന്നുണ്ട്. ഒരു പാത്രത്തിൽ ആവശ്യത്തിന് പുട്ടുപൊടിയും അതിലേക്ക് ഉപ്പും ചേർത്തിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലതുപോലെ മിക്സ് ആക്കിയിട്ടൊന്ന് മൂടി വെക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ചെമ്മീൻ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും കറിവേപ്പിലയും ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് ഇത് മാറ്റി വെക്കാം. നമ്മുടെ മസാല നല്ലതുപോലെ തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പുട്ടുപൊടി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇത് കൈ വെച്ചിട്ട് ഒന്നും കൂടി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ഇതൊന്ന് ഉടച്ചു കൊടുക്കാം. പുട്ടുകുറ്റിയൊന്നും ഇല്ലാതെ ഇനി എങ്ങനെയാണ് പുട്ടുണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഇതേപോലെയുള്ളൊരു സ്റ്റീലിൻ്റെ തവിയാണ് വേണ്ടത്. ഇതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചെമ്മീൻ്റെ മസാലയും പുട്ടുപൊടിയും ഇട്ട് കൊടുത്തിട്ട് കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്താൽ മതി. നല്ലവണ്ണം പ്രസ് ചെയ്യരുത്, ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതേപോലെ ഇഡ്ഡലി പാത്രത്തിൽ നമുക്ക് വെച്ച് കൊടുക്കാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ള പുട്ടും നമുക്ക് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്തെടുക്കുന്നത് കൊണ്ട് തന്നെ ഒരു ട്രിപ്പിൽ നമുക്ക് ഒരുപാട് പുട്ടുകൾ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാവുന്നതാണ്. വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാതെയും സബ്സ്ക്രൈബ് ചെയ്യാതെയും കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്തേക്കണേ. പുട്ടുകുറ്റി ഇല്ലയെന്ന് വെച്ചിട്ട് ആരും പുട്ടുണ്ടാക്കുന്ന കാര്യത്തിൽ ഇനി വിഷമിക്കേണ്ട. ഇതേപോലെയുള്ള ഒരു തവി ഉണ്ടെങ്കിൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. ഇത് പ്രസ് ചെയ്യുമ്പോൾ ഒരുപാടൊന്നും അമർത്താതെ ശ്രദ്ധിക്കണേ. വളരെ സോഫ്റ്റായിട്ട് മെല്ലെ കൈവച്ചിട്ടൊന്ന് പ്രസ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇപ്പോൾ പുട്ടൊക്കെ സെറ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം.
നമ്മൾ എങ്ങനെയാണ് ഇഡലിയൊക്കെ വേവിക്കുന്നത് അതേപോലെ തന്നെ ഒരു ചട്ടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വെച്ച് കൊടുത്താൽ മതി. ഒരു 10 മിനിറ്റൊക്കെ ആകുമ്പോൾ നമുക്ക് പുട്ട് റെഡിയായി കിട്ടും. അങ്ങനെ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. പുട്ടുകുറ്റിയൊന്നും യൂസാക്കാതെ ചിരട്ടപ്പുട്ടിൻ്റെ ഷേപ്പിൽ നല്ല ക്യൂട്ടായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു പുട്ട് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്കും ഷെയറും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായും പറയണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. താങ്ക്